നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് അസുഖം വരും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയാൽ ഉറപ്പായിട്ടും വരും. ഇല്ല എങ്കിൽ അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകും കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ കിളി പോയി ഇരിക്കുകയാണ്, പണി പാളിയിരിക്കുക കേട്ടോ. വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഒരു തലവേദന, നിസാരം ഒരു തലവേദന വന്നതാട്ടോ. നിസാരമല്ല, എൻ്റെ മക്കളെ ഞാൻ അനുഭവിക്കേണ്ട അങ്ങേയറ്റം അനുഭവിച്ചു. 2 ദിവസമായി ഈ തലവേദന തുടങ്ങിയിട്ട്. കുറയുമെന്ന് കരുതി ടാബ്ലറ്റ് എല്ലാം കഴിച്ചു. ടാബ്ലറ്റിലൊന്നും കുറയാത്ത തലവേദന. ഞാൻ കരുതി കേട്ടോ, ഒരു തലവേദന വന്നാൽ ട്രിപ്പ് ഇടേണ്ട അത്രയും തലവേദന വരുമോ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലായി, ട്രിപ്പ് ഇട്ടാലേ കുറയുന്ന തലവേദനകളും ഉണ്ട് കേട്ടോ. മൈഗ്രെയിൻ വന്നതാണ്. മൈഗ്രെയിൻ ഉണ്ട് ഓൾറെഡി എനിക്ക്. പക്ഷേ ഇങ്ങനെ ഭീകരമായിട്ടുള്ളൊരു മൈഗ്രെയിൻ ഇതാദ്യമാണ്. നമ്മുടെ വസ്ത്രം വന്നതിൽ പിന്നെ എൻ്റെ അവസ്ഥയൊക്കെ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് തലവേദന. അയ്യോ, എന്തൊക്കെ ഗുളികകൾ കഴിച്ചു. എന്തൊക്കെയെന്നല്ല, 2 ഗുളികകൾ കഴിച്ചു തലവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള. ഡോക്ടറോട് വിളിച്ച് ചോദിച്ചിട്ട് തന്നെയാണ് കഴിച്ചത്. പക്ഷേ അതിലൊന്നും കുറയുന്നില്ല എന്ന് വെച്ചാൽ അതെന്ത് തലവേദനയല്ലേ. എന്തായാലും ആ ട്രിപ്പ് ഇട്ടതോടുകൂടി ഞാനൊന്ന് ഓക്കെയായി. പിന്നെ ആണെങ്കിൽ ആ വിശപ്പ്, ഭീകര വിശപ്പ്, കണ്ണ് കാണാൻ വയ്യ. രാവിലെ ഒന്നും കഴിക്കാണ്ടാട്ടോ ഇറങ്ങിയത്. പക്ഷെ അങ്ങനെ എനിക്ക് വിശപ്പ് വരുന്നതല്ല. ഇന്നിപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ. പിന്നെ നമ്മുടെ ബൂസ്റ്റർ ചായ കുടിക്കുന്നില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് അവർക്ക് തന്നെ ഒരു ജ്യൂസ് സെൻ്റർ ഉണ്ട്. അവിടെ കയറി ഒരു ജംബോ ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. മധുരമൊന്നും ഇടാണ്ട് അടിപൊളിയായിട്ടോ. ഇവിടുത്തെ പൈനാപ്പിൾ ജ്യൂസ് നല്ല മധുരമുള്ള പൈനാപ്പിളായിരിക്കും തരുന്നത്. അതുകൊണ്ട് മധുരത്തിൻ്റെ ആവശ്യമില്ല. ഏട്ടനാണെങ്കിൽ ഒരു ഷമാം ഷേക്ക് ഓർഡർ ചെയ്തു. ഈ ഷേക്ക് ഉണ്ടല്ലോ, ഭയങ്കര തണുപ്പല്ലേ. അത് നമ്മൾ ചിലപ്പോൾ കുടിക്കുമ്പോൾ തലയ്ക്കകത്തൊക്കെ എന്തോ സാധനങ്ങൾ ഓടിക്കളിക്കും പോലെ തോന്നും. തലയൊക്കെ അങ്ങ് മരവിച്ച് പോകും കേട്ടോ. അങ്ങനത്തെ തണുപ്പായിരിക്കും. പക്ഷേ ആ പ്രശ്നം എനിക്കില്ല. ഏട്ടൻ വാങ്ങിക്കുകയും ചെയ്ത് ഏട്ടനോട്ട് കുടിക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് കിടന്ന് സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഞാൻ ഹാഫ് ഓക്കെ ആയി കേട്ടോ. പിന്നെ ചായ ഇടലായി, പിന്നെ വൈകുന്നേരത്തേക്ക് സ്നാക്സ് ഉണ്ടാക്കലായി, അങ്ങനെ കുറേയേറെ പരിപാടികൾ. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 90% ഓക്കെ ആയി. പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങൊരു ഭ്രാന്തളായി കേട്ടോ. കുറച്ച് ചെരുപ്പുകൾ കഴുകണമെന്ന് തോന്നി. അങ്ങ് എല്ലാം കൂടി വാരിക്കൊണ്ടിട്ട് കഴുകലായിരുന്നു കേട്ടോ. ജാബി ഹൗസിലെ രമണൻ്റെ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. ഉള്ള ചെരുപ്പുകളെല്ലാം കൂടി വാരിപ്പറക്കി കൊണ്ടിട്ട് കഴുകലായിരുന്നു. ഈ സാധനമേ ചെരുപ്പ് കഴുകാൻ നല്ലതാട്ടോ, നല്ല ക്ലീനാകും. അതാണെങ്കിലോ കൊതുകോ, എൻ്റെ അമ്മൂ, എവിടെ നിന്നില്ലാത്ത കൊതുകാണെന്തോ. കൊതുകടിയെല്ലാം കൊണ്ട് ചെരുപ്പെല്ലാം കഴുകി കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ അത്താഴം കഴിക്കാനിരിക്കുക കേട്ടോ. നല്ല ചപ്പാത്തിയും നല്ല അൽഫാമും കൂടി വാങ്ങിയിട്ട് കഴിക്കുകയാണ്. എന്താ സ്ക്വയർ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് കേട്ടോ. പൊറോട്ട ഇപ്പോൾ തൽക്കാലം എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണ് ചപ്പാത്തി വാങ്ങിയത്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു.